എനിക്ക് ഒരുപാട് സന്തോഷമായി. അന്ന് അമ്മ വോട്ട് ചോദിക്കാൻ വന്നപ്പം ഓർക്കുന്നുണ്ടോ അമ്മയോടൊരു ആട്ടുംകുഞ്ഞിനെ തരണമെന്ന് പറഞ്ഞത്? അപ്പം അമ്മ ഇപ്പം ജയിച്ചാലും തോറ്റാലും അന്ന് അമ്മ ഒരു വാക്ക് പറഞ്ഞിരുന്നു, ജയിച്ചാലും തോറ്റാലും ഞാനൊരു ആട്ടുംകുഞ്ഞിനെ വാങ്ങിച്ചു തരുമെന്ന് കേട്ടോ. അപ്പം ആ ആട്ടുംകുഞ്ഞായത്. അപ്പം ഇതിനെ നന്നായിട്ട് നോക്കി വളർത്തി എടുക്കണം കേട്ടോ. കുട്ടി വലിയ സന്തോഷത്തിലാണ്. അത് അന്ന് പറഞ്ഞപ്പോഴും ആട്ടുംകുഞ്ഞിനെ വലിയ ഇഷ്ടമാണ്, എനിക്കൊരു ആട്ടുംകുഞ്ഞിനെ തരണം എന്നുള്ള അത് പറഞ്ഞാൽ നമ്മൾ അന്നേരം ഉറപ്പായിട്ട് പറഞ്ഞത്, തോറ്റു പോലും ജയിച്ചു പോലും ഞങ്ങൾ ആട്ടുംകുഞ്ഞിനെ തന്നിരിക്കുമെന്നൊരു വാക്ക് കൊടുത്തിട്ട് പോയി. അപ്പം ജയിക്കുന്നതിന് മുമ്പ് നമ്മൾ അന്ന് വീട്ടിൽ ചെന്നപ്പോഴും പറഞ്ഞു എന്തായാലും നമുക്ക് ആ കുഞ്ഞിനെ ഒരു ആട്ടുംകുഞ്ഞിനെ വാങ്ങിച്ചു കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ അന്ന് തൊട്ട് നമ്മുടെ മനസ്സിലിങ്ങനെ ഇരുന്നു. അപ്പോൾ ജയിച്ചു കഴിഞ്ഞപ്പം ഇങ്ങനെ ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ ആയിട്ട് സംസാരിച്ചപ്പം നമ്മുടെ ഒരു പ്രവാസി ബന്ധു അന്നേരം പറഞ്ഞു, ചേച്ചി പറഞ്ഞ വാക്ക് പാലിക്കാൻ ഞാൻ ഒരു ആട്ടുംകുഞ്ഞിനെ സ്പോൺസർ ചെയ്യാമെന്ന്. അങ്ങനെ ആ ആട്ടുംകുഞ്ഞിനെ കിട്ടിയ അതാണ് ഈ മോക്കിപ്പം കൊണ്ട് നമ്മൾ കൊടുത്തത്. ആടിനെ കെട്ടാൻ കൂടുണ്ടോ? കിട്ടുന്ന അറിയത്തില്ല സത്യം. എനിക്ക് ഒരുപാട് സന്തോഷമായി ആടിനെ കിട്ടിയപ്പോ. എനിക്ക് ആടിനെ തരാൻ വേണ്ടി ഇലക്ഷന് വന്നപ്പോൾ വോട്ട് ചോദിക്കാൻ വന്നവരെല്ലാം കുഞ്ഞ് ചോദിച്ചായിരുന്നു ഞങ്ങൾക്ക് ഒരു ആടിനെ തരണമെന്ന്. അത് ചേച്ചിയോടും പറഞ്ഞു. അപ്പോൾ അണ്ണൻ പറഞ്ഞു തോറ്റാലും ജയിച്ചാലും കുഞ്ഞിനെ ഒരു ആടിനെ നിങ്ങൾ തരും. എന്തായാലും അവരിപ്പോൾ വാക്ക് പാലിച്ച്.